നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. KPCC പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റേണ്ടതില്ല എന്ന നിലപാടിൽ AI വിഭാഗങ്ങൾ. നേതൃത്വത്തിനെതിരെയുള്ള ചാണ്ടി ഉമ്മന്റെ ആരോപണങ്ങൾക്ക് ഗൗരവം കൊടുക്കേണ്ടതില്ലെന്ന് VD സതീശൻ. ചാണ്ടി ഉമ്മന് മറുപടി പറയാനില്ലെന്നും VD സതീശൻ. പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയാമെന്ന് ചാണ്ടി ഉമ്മൻ. താൻ പാർട്ടിക്കെതിരെയോ പ്രതിപക്ഷ നേതാവിനെതിരെയോ അല്ല പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ. മാടായി കോളേജ് നിയമന വിവാദത്തിൽ MK രാഘവനെതിരെ പ്രതിഷേധം കടുപ്പിച്ച സുധാകരപക്ഷം. പ്രതിഷേധത്തിന്റെ പേരിൽ നടപടി നേരിട്ടവരുമായി കൂടിക്കാഴ്ച നടത്തി VD സതീശൻ. മാടായി കോളേജ് വിവാദം പ്രാദേശിക പ്രശ്നം മാത്രമെന്ന് VD സതീശൻ. KPCC ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്നും പ്രശ്നപരിഹാരത്തിനായി മുൻകൈയെടുക്കുമെന്നും VD സതീശൻ. ലീഗുമായുള്ള ഭിന്നതയ്ക്കിടെ സമസ്ത മുഷാവറ യോഗം കോഴിക്കോട് തുടരുന്നു. ലീഗിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് ഹൌസിന് മുന്നിൽ പോസ്റ്റ്. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത. ഓൺലൈൻ ചാനലിൽ നടത്തിയ പരാമർശത്തിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകി. അതിജീവിത ഹർജി നൽകിയത് കേസിന്റെ അന്തിമവാദം ഇന്ന് തുടങ്ങാനിരിക്കെ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികൾ. അന്തിമവിധി പ്രതീക്ഷിക്കുന്നത് ജനുവരിയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ രജിസ്റ്റർ ചെയ്തത് ആകെ 33 കേസുകളെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. 33 കേസുകളിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൽ സ്റ്റേജ് കെട്ടിയത് പ്രധാന റോഡ് അടച്ചല്ലെന്ന് CPM. ആമിഴഞ്ചാൻ തോടിന്റെ ഭാഗത്തുള്ള ബൈപ്പാസ് റോഡിലാണ് സ്റ്റേജ് നിർമ്മിച്ചത്. സ്റ്റേജ് അവിടെ നിർമ്മിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് പാർട്ടി നിലപാടെന്നും വിജോയ്. കോഴിക്കോട് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ മരിച്ച ആൽബിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ചാമ്പ്യൻസ് ലീഗിൽ കരുത്തു കാണിച്ച് വമ്പന്മാർ. റയലിനും ലിവർപൂളിനും ബയേൺ മ്യൂണിക്കിനും ജയം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VVPAT സ്ലിപ്പുകളിൽ പൊരുത്തക്കേടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 288 മണ്ഡലങ്ങളിലും പരിശോധന നടത്തിയതിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി തലസ്ഥാനത്ത് ഫിലിം മാർക്കറ്റും. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായാണ് കേരള ഫിലിം മാർക്കറ്റിന്റെ 2ാം പതിപ്പ് സംഘടിപ്പിക്കുന്നത്. ഫിലിം മാർക്കറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സമാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺക്ലേവിൽ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെന്റ് മന്ത്രി R ബിന്ദുവിന് നൽകി പ്രകാശനം ചെയ്തു. ഫ്രെയിം 24 ഗ്ലോബൽ PK റോസി പുരസ്കാരം കൈരളി ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ഏറ്റുവാങ്ങി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. മികച്ച ഇൻവെസ്റ്റീവ് ജേർണലിസ്റ്റ് വിഭാഗത്തിലാണ് പുരസ്കാരം. മുളയുടെ വിസ്മയ ലോകം തീർത്ത് 21ാമത് കേരള ബാംബു ഫെസ്റ്റ്. വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കളും വ്യത്യസ്തങ്ങളായ ദീപാലങ്കര വസ്തുക്കളുമാണ് മേളയിൽ ഒരുക്കിയത്. നിരവധി പേരാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന മേളയിലെത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ സംരംഭക സഭയുമായി വ്യവസായ വകുപ്പ്. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടാക്കടയിൽ നിർവഹിക്കും. സംരംഭക വർഷം പദ്ധതിയിലൂടെ 3,35,780 സംരംഭങ്ങൾ ആരംഭിച്ചെന്ന് മന്ത്രി P രാജീവ്.
ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതകഥ നിറങ്ങളിലൂടെയും വരകളിലൂടെയും ആവിഷ്കരിച്ച് യുവ ചിത്രകാരി എസ് കാവ്യ ദിവാകർ. ഓയിൽ പെയിന്റിംഗിലും പെൻസിൽ ഡ്രോയിങ്ങിലുമായി 27 ചിത്രങ്ങളാണ് പിക്ചേഴ്സ് ക്യൂ ചിത്ര പ്രദർശനത്തിനുള്ളത്. തൃശൂർ കൊട്ടേക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ബൈക്ക് മറിഞ്ഞ ശേഷം വീണ്ടും ഓൺ ചെയ്തപ്പോൾ ടാങ്കിൽ നിന്ന് ചോർന്ന ഇന്ധനത്തിന് തീ പിടിക്കുകയായിരുന്നു. ചികിത്സാ സഹായം തേടിയെത്തിയ യുവാവിന് വൃക്ക ദാനം ചെയ്ത യുവാവ് തൃശൂർ സ്വദേശി ഷൈജു സായിറാമാണ് ബന്ധുവായ സുമേഷിന് വൃക്ക നൽകാൻ തയ്യാറായത്. ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കാൻ കയ്യിൽ പണമില്ലെന്നും ചേരുമെങ്കിൽ എന്റെ വൃക്ക നൽകാമെന്നും ഷൈജു അറിയിക്കുകയായിരുന്നു. കുടുംബശ്രീയുടെ കേരള ചിക്കൻ പദ്ധതി വഴി ഫ്രോസൺ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് മന്ത്രി എം ബി രാജേഷ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറി വിപണിയിലിറക്കി. ആദ്യഘട്ടത്തിൽ തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാകും ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുക. അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താനായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി പെരുമ്പാവൂർ സ്വദേശി അറസ്റ്റിൽ. അല്ലപ്ര സ്വദേശി ഹസ്സനെയാണ് 3.25 കിലോ കഞ്ചാവുമായി പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രണ്ട് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ഒഡീഷ സ്വദേശി സരോജ് ബെഹ്റ, ഇയാളുടെ ഭാര്യ മാതാവ് മാലതി എന്നിവരെയാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പുംപടി പോലീസും ചേർന്ന് പിടികൂടിയത്. കൂത്തുപറമ്പ് മലയാള കലാനിലയം 2024-25 നിർവാഹക സമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കലാമണ്ഡലം മഹേന്ദ്രൻ പ്രസിഡന്റായും വിനോദ് നരോത്ത് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കുടുംബശ്രീ നടപ്പാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ ജില്ലാതല പരിശീലന പരിപാടി ആരംഭിച്ചു. കീഴ്മാട് നിവേദിത ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലന പരിപാടി ആരംഭിച്ചത്. ഡിസംബർ 12 വരെയാണ് പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ബാങ്കുകളിൽ കിട്ടാക്കടം 4,50,670 കോടി രൂപയെന്ന് ധനമന്ത്രാലയം. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നൽകിയ മറുപടിയിലാണ് മന്ത്രി പങ്കജ് ചൌധരി കിട്ടാക്കടത്തിന്റെയും എഴുതിത്തള്ളിയ വായ്പകളുടെയും വിശദാംശം വെളിപ്പെടുത്തിയത്. സിറിയയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഉടൻ നാട്ടിലെത്തിക്കും. സുരക്ഷിതമായി ലബനനിൽ എത്തിച്ച ശേഷം വിമാനമാർഗം ഇന്ത്യയിൽ എത്തിക്കാനാണ് നീക്കമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇനിയും സിറിയയിൽ തുടരുന്നവർ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ. ഭാര്യ വീട്ടുകാരുടെ മാനസിക പീഡനം സഹിക്കാനാവാതെ ബംഗളൂരുവിൽ IT ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. UP സ്വദേശി അതുൽ സുഭാഷാണ് ജീവനൊടുക്കിയത്. 24 പേജുള്ള കത്തെഴുതി വച്ചായിരുന്നു യുവാവിന്റെ ആത്മഹത്യ. ദേശീയ ബിരുദ പ്രവേശന പരീക്ഷയിൽ വിഷയങ്ങൾ വെട്ടിച്ചുരുക്കി. ഇത്തവണ 37 വിഷയങ്ങൾ മാത്രമാണുള്ളത്. ഒഴിവാക്കിയ വിഷയങ്ങളിലെ പ്രവേശനം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബിരുദ പഠനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മാറ്റം. പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് പകരം തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. വലിയ തോതിൽ റേഷൻ നൽകുന്ന രീതി തുടരുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ റേഷൻ കാർഡ് വിതരണം തുടരുമെന്നും സുപ്രീം കോടതി.
ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നൈറ്റ് ക്ലബിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ സംഭവത്തിൽ ഒരു യുവാവ് അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ മീററ്റിലെ സ്വദേശിയായ സച്ചിൻ എന്നയാൾ അറസ്റ്റിലായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ്. കൈക്കൂലി കേസിൽ ജൂനിയർ ക്ലർക്കിനെ അറസ്റ്റ് ചെയ്ത ഒഡീഷ വിജിലൻസ്. 20,000 രൂപ കൈക്കൂലി വാങ്ങിയതിന് ഖണ്ഡഗിരി സബ് രജിസ്ട്രാർ ഓഫീസിലെ ജൂനിയർ ക്ലർക്കാണ് പിടിയിലായത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ എക്കാലവും റഷ്യയ്ക്കൊപ്പമായിരിക്കുമെന്ന് രാജ്നാഥ് സിംഗ്. പ്രതിരോധ സഹകരണം സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ പുടിനുമായി ചർച്ച നടന്നെന്ന് പ്രതിരോധ മന്ത്രാലയം. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ബ്രസീൽ പ്രസിഡന്റിന് അടിയന്തര ശസ്ത്രക്രിയ. കഴിഞ്ഞ ഒക്ടോബറിൽ തലയിടിച്ച് വീണതിനെ തുടർന്ന് ലുല ഡസിൽവ വിദേശയാത്രകൾ വെട്ടിക്കുറച്ചിരുന്നു. ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് അധികൃതർ. അഴിമതി കേസിൽ വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരായി ബെഞ്ചമിൻ നെതന്യാഹു. അധികാരത്തിലിരിക്കെ ക്രിമിനൽ വിചാരണ നേരിടുന്ന ആദ്യ ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. വിചാരണ മെല്ലെയാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരായത്. സിറിയയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ 310 വ്യോമാക്രമണങ്ങൾ. വ്യോമ പ്രതിരോധ സംവിധാനത്തെയും സിറിയൻ നാവിക കപ്പലുകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം. സിറിയയിൽ വിമത ഭീകരർ അധികാരം പിടിച്ചതിന്റെ സന്തോഷത്തിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കി കുവൈറ്റ് സർവകലാശാലയിലെ ഒരു പ്രൊഫസർ. വിദ്യാർത്ഥികൾക്ക് മാർക്കും നൽകി. സിറിയയുടെ വിമോചനത്തിലെ സന്തോഷത്തിലും വിദ്യാർത്ഥികൾക്ക് ആശ്വാസം എന്ന നിലയിലുമാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന് പ്രൊഫസർ. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റം ചെറുക്കണമെന്ന മുന്നറിയിപ്പുമായി അറബ് രാജ്യങ്ങൾ. സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾ വിജയിക്കാൻ അനുവദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും ഹമാസും രംഗത്ത്. യുകെയിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിയൻ സൊസൈറ്റിയുടെ പ്രസിഡന്റായി ഇന്ത്യൻ വംശജയും വിദ്യാർത്ഥിയുമായ അനൗഷ്ക കാലെ. 20-കാരിയായ അനൗഷ്ക 126 വോട്ട് നേടിയാണ് അടുത്ത ഈസ്റ്റർ 2025 ടേമിലേക്ക് പ്രസിഡന്റ് പദവിയിലെത്തിയത്. അമേരിക്കയിൽ സ്റ്റഡി വിസയിൽ അനുവദിക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവ്. ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 378% കുറവുണ്ടായതായി റിപ്പോർട്ട്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ദിസനായകെ ഞായറാഴ്ച ഇന്ത്യയിലെത്തും. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടയം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ അബ്ബാസിയയിൽ വെച്ച് നടന്ന സമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. യുഎഇയിലെ മലയാളി റൈറ്റേഴ്സ് ഫോറം ഈ വർഷത്തെ മികച്ച എഴുത്തുകാർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നിയാസ് ടി എം, രാമചന്ദ്രൻ മൊറാഴ,
റീന രാജൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കൈരളി സലാലയുടെ ജനറൽ സമ്മേളനത്തിന് മുന്നോടിയായുള്ള 13ാമത്തെ യൂണിറ്റ് സമ്മേളനം മിർബാത്ത് യൂണിറ്റിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്നു. കൈരളി സലാല സെക്രട്ടേറിയറ്റ് അംഗം അജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുഷ്പ 2 ചിത്രത്തിനെതിരെ ഭീഷണിയുമായി രജപുത്ര നേതാവ് രാജ് ഷെഖാവത്ത് രംഗത്ത്. ക്ഷത്രിയ സമുദായത്തെ അപമാനിക്കുന്നതാണ് ചിത്രമെന്ന് ആരോപിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഷെഖാവത്ത് രംഗത്തെത്തിയത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ച് പുഷ്പ 2 5 ദിവസത്തിൽ ചിത്രം 900 കോടി രൂപ കടന്നു. ചിത്രത്തിന്റെ 5 ദിനങ്ങളിലെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. ബിജു മേനോൻ ചിത്രം കഥ ഇതുവരെയുള്ള OTT റിലീസ് പ്രഖ്യാപിച്ചു. ഡിസംബർ 13 ചിത്രം OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട്. മനോരമ മാക്സിലൂടെ വൈകാതെ ചിത്രം OTTയിലെത്തും. അമൽ നീരജ് ചിത്രം ബോഗൻവില്ല OTT റിലീസ് പ്രഖ്യാപിച്ചു. 13-നാണ് ബോഗൻവില്ല OTTയിലെത്തുക. കുഞ്ചാക്കോ ബോബൻ നായകനായി വന്ന ചിത്രമാണ് ബോഗൻവില്ല. OTTയിൽ ശ്രദ്ധ നേടിയ മലയാള ചിത്രം ഖൽബ്. രഞ്ജിത്ത് സജീവ്, നേഹ നസ്നീൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാജിദ് യാഹിയ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഖൽബ്. തിയേറ്ററിൽ ശ്രദ്ധ നേടാൻ കഴിയാതിരുന്ന ചിത്രം OTTയിൽ വൻ സ്വീകാര്യതയാണ് നേടിയത്. അക്ഷയ് കുമാർ പ്രിയദർശൻ കൂട്ടുകെട്ടിലുള്ള ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഭൂത് ബംഗ്ല എന്നാണ് ചിത്രത്തിന്റെ പേര്. അക്ഷയ് കുമാറിനൊപ്പം പ്രിയദർശൻ 14 വർഷത്തിനു ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിയാൻ വിക്രം കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം വീരധീര ശൂരൻ ഭാഗം 2-ന്റെ ടീസർ പുറത്ത്. ഒരു ഫാമിലി ആക്ഷൻ എന്റർടൈനറാണ് ചിത്രമെന്നാണ് ടീസർ നൽകുന്ന സൂചന. വിക്രമിനൊപ്പം SJ സൂര്യയും സുരാജ് വെഞ്ഞാറമൂടും ചിത്രത്തിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി പുഷ്പ 2 ചിത്രത്തിലെ വില്ലൻ ബുഗി റെഡ്ഡി എന്ന വില്ലൻ കഥാപാത്രം ചെയ്ത നടനും ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൃണാൽ പാണ്ഡ്യയും തമ്മിൽ രൂപസാദൃശ്യമുണ്ടെന്ന തരത്തിലാണ് ട്രോളുകൾ വരുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന വില്ലൻ കഥാപാത്രമാണ് ബുഗി റെഡ്ഡി. ഫഹദ് ഫാസിലിന്റെ ആദ്യ ബോളിവുഡ് പടത്തിന് പേരിട്ടു. ഇഡിയറ്റ്സ് ഓഫ് ഇസ്താൻബുൾ എന്നാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്ന് റിപ്പോർട്ട്. ഇംതിയാസ് അലിക്കൊപ്പമാണ് ഫഹദ് ബോളിവുഡിൽ അഭിനയിക്കാനൊരുങ്ങുന്നത്. എയർടെലിന്റെ AI സ്പാം തിരിച്ചറിയൽ സംവിധാനം വൻ വിജയമെന്ന് കമ്പനി അവതരിപ്പിച്ച് 2.5 മാസത്തിനിടെ കണ്ടെത്തിയത് 800 കോടി സ്പാം കോളുകളും 80 കോടി SMS-കളും. വരാനിരിക്കുന്ന iPhone SE 4-ന്റെ വിവരങ്ങൾ പുറത്ത്. OLED ഡിസ്പ്ലേ സഹിതമാകും iPhone SE 4 ആപ്പിൾ അവതരിപ്പിക്കുക. 2025 മാർച്ചിൽ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ.
മോട്ടോ G35 5G ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 4K വീഡിയോ റെക്കോർഡിംഗ് ഉള്ള സെഗ്മെന്റിലെ ആദ്യത്തെ ഫോണാണ് മോട്ടോ G35 5G. ഗൂഗിൾ പിക്സൽ 7a ഫ്ലിപ്കാർട്ടിൽ വൻ വിലക്കുറവ്. 12,000 രൂപ ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഫോണിന് ഫ്ലിപ്കാർട്ട് നൽകിയിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന്റെ അടിസ്ഥാന മോഡലിന് 39,999 രൂപയായിരുന്നു വില. പ്രപഞ്ചോൽപത്തിയോളം സമയമെടുത്ത് ചെയ്യേണ്ട ജോലി 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ ശേഷിയുള്ള ചിപ്പ് വികസിപ്പിച്ച ഗൂഗിൾ. വില്ലോ എന്നാണ് ചിപ്പിന് ഗൂഗിൾ നൽകിയിരിക്കുന്ന പേര്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ പ്രധാന പരിമിതികൾ മറികടക്കുന്നതാണ് ചിപ്പ് എന്ന് ഗൂഗിൾ. മാഞ്ചസ്റ്റർ സിറ്റി വിട്ടാൽ ഇനി ഒരു ക്ലബിനെയും പരിശീലിപ്പിക്കില്ലെന്ന് പെപ് ഗ്വാർഡിയോള. ഭാവിയിൽ ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്നത് പരിഗണിക്കുന്നുവെന്നും എന്നാൽ മറ്റൊരു ക്ലബ് റോൾ ഏറ്റെടുക്കുകയില്ലെന്നും പെപ് ഗ്വാർഡിയോള. ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന് നിർണായക ജയം. ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അറ്റ്ലാന്റയ്ക്കെതിരെ 3-2 റയൽ മാഡ്രിഡ് ജയമുറപ്പിച്ചത്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ കേരളത്തിന് 2ാം സ്വർണം. പെൺകുട്ടികളുടെ അണ്ടർ 16 ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി കേരളത്തിന്റെ എസ് അനന്യ. പരിക്കുമായി എത്തിയ അണ്ടർ 20 ലോങ് ജമ്പിലും ഹെപ്റ്റാത്ലണിലും വെള്ളി നേടി ലക്ഷദ്വീപ് സ്വദേശി മുബസ്സിൻ മുഹമ്മദ്. ലോങ് ജമ്പിൽ വെള്ളി മെഡലാണ് നേടിയത്. വനിതകളുടെ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് 2ാം ജയം. മലേഷ്യയെ 5 ഗോളിനാണ് തോൽപ്പിച്ചത്. ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനക്കാരായ ചൈനയും ഇന്ത്യയും ഇന്ന് ഏറ്റുമുട്ടും. അണ്ടർ 18 ആൺകുട്ടികളുടെ 110 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടി കേരളത്തിന്റെ കെ കിരൺ. ഹർഡിൽസിൽ സെമി ഫൈനലിൽ സ്വന്തം ദേശീയ റെക്കോർഡും കെ കിരൺ മറികടന്നു. ഹൈദരാബാദിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷൻ. ടീം ഇന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ടീം ഫൈനൽ റൗണ്ടിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. രോഹിത് ശർമ്മയെ പിന്തുണച്ച് ക്രിക്കറ്റ് ഇതിഹാസ താരം കപിൽ ദേവ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ 10 വിക്കറ്റിന്റെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ശരിയല്ലെന്ന് കപിൽ ദേവ്.